ഹലോ എവരിവൺ, iPlusന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 28/12/2024 നടന്ന 10th പ്രിലിംസിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കാം. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ഓക്കെ, ലാഭശതമാനം 8% മാത്രമേ വേണ്ടതെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കും? നോക്കാം, എപ്പോഴും ശ്രദ്ധിക്കാം. ലാഭം എന്ന് പറഞ്ഞാൽ 14 ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ആയിരിക്കും. ഓക്കെ, 100%. നമ്മൾ 5% ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് വില 105% ആവും. ഇതാണ് 5% പ്രോഫിറ്റ്. ഓക്കെ, ഇനി 5% നഷ്ടത്തിൽ വിറ്റാലോ 100% വിലയുണ്ടായിരുന്ന സാധനത്തിന് എത്ര ആവും വില? 95% ആവും. 5% ലോസ്. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അല്ലാതെ നമ്മൾ 14% കണ്ടുപിടിച്ച് കൂട്ടി ഒക്കെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് അങ്ങ് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സൈക്കിൾ 2850 രൂപയ്ക്ക് വിറ്റപ്പം 14% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ ആ സൈക്കിളിൻ്റെ വിലയുടെ 114% വിലയാണ് ഇപ്പോൾ ഉള്ളത്. എത്ര? 2850 രൂപ. അപ്പോൾ നമുക്കെന്താ വേണ്ടത്? 8% മാത്രമേ ലാഭം മതിയായിരുന്നെങ്കിൽ ഈ സൈക്കിൾ എത്ര രൂപയ്ക്ക് വിൽക്കും? അതായത് 100% വിലയുള്ളത് 108% വിറ്റാൽ എത്ര രൂപയായിരുന്നു? അപ്പോൾ തന്നിരിക്കുന്നത് 114%, നമുക്ക് വേണ്ടത് 108%. അപ്പോൾ ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ ഏതോ ഒരു വസ്തു താണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിൽക്കുകയാണ്. ഒരു യഥാർത്ഥ വില അറിയത്തില്ല ഇൻറ്റു 114/100 ചെയ്തപ്പോൾ 2850 കിട്ടി. ശരിയല്ലേ? ശതമാനം കാണുന്നത് ഇങ്ങനെയല്ലേ? 100%-നേക്കാൾ 14% അധികം കിട്ടിയതുകൊണ്ടാണല്ലോ 14% ലാഭമായത്. അപ്പോൾ 114%. ഇത് കണ്ടുപിടിച്ചാൽ 14% കണ്ടുപിടിച്ച് കൂട്ടുന്നതിനേക്കാൾ ബെറ്റർ 114% കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില അല്ലെങ്കിൽ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില അല്ലെങ്കിൽ സൈക്കിളിൻ്റെ യഥാർത്ഥ വില കണ്ടുപിടിക്കും. ഇതിനെ അപ്പുറത്ത് കൊണ്ട് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 2850 × 100/114. ഇത് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, അവിടെ നിൽക്കട്ടെ. കാരണം നമുക്ക് എത്ര വേണ്ടത്? 108% വിറ്റ, അതായത് 8% ലാഭത്തിൽ വിറ്റ എത്ര രൂപയാവുമെന്ന്. അപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ യഥാർത്ഥ വില 2850 × 100/114. ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്കതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ല ഇത് കണ്ടുപിടിച്ച് പിന്നെ 108/100 ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഇൻറ്റു ഇതാണ് ഇപ്പോൾ യഥാർത്ഥ വില, എക്സ് ആണല്ലോ ഇത് അല്ലേ. യഥാർത്ഥ വിലയെ 8% ലാഭത്തിൽ വിൽക്കണം. അതായത് അതിൻ്റെ 108% കണ്ടുപിടിക്കും. 8% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, 5% ലാഭത്തിൽ വിൽക്കണം, 105% വിൽക്കണം. 5% നഷ്ടത്തിൽ വിൽക്കണമെങ്കിലോ 95% വിൽക്കണം. അപ്പോൾ ഇതിന് 8% ലാഭത്തിൽ വിൽക്കണം. ഇതിൻ്റെ 108% കണ്ടുപിടിച്ചാൽ മതി. ശതമാനം കണ്ടുപിടിക്കുക, 108% കണ്ടുപിടിക്കുക, 108/100 ചെയ്താൽ മതി. ഇതിൻ്റെ അർത്ഥം ഈ സാധനം ഇപ്പോൾ 8% ലാഭത്തിൽ വിൽക്കാൻ പോകും. ഓക്കെ, ദാണ്ട മേളിലും താഴെ ഓരോ 100 കിടപ്പണം, വെട്ടിക്കളയാം. 108-ലും 114 നമുക്ക് കോമൺ ആയിട്ട് 3 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, 9 ഇല്ല. അപ്പം 3 ഉണ്ട്, 6 ഉണ്ട്. ഞാൻ വലിയ സംഖ്യ 6 എടുക്കുന്നു. ഓക്കെ, നോക്കാം. 1 6 6, ശിഷ്ടം 4 48, 8 6 48. ഇവിടെ 18 വരും. 1 6 6, ശിഷ്ടം 5 54, 9 6 54. ഓക്കെ, അപ്പോൾ 18 മേളിൽ വന്നു, 19 താഴെ വന്നു. ഇനി 285, ഇവിടെ 19 അല്ലേ. നമുക്ക് എങ്ങനെയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പം കാരണം ഉത്തരം എപ്പോഴും ഒരു പൂർണ്ണസംഖ്യ. സോ നമുക്ക് 19-നെ 9-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ അവസാനം 5 വരും നോക്കിയാൽ 9 5 നോക്കട്ടെ, 19 5 നോക്കട്ടെ, 45 സോറി 4 5 9 95 വരുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് 15 കൊണ്ട് നോക്കുകയാണ്. 19 × 15. ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ച് ഗുണിക്കുന്നതിനെക്കാട്ടി നല്ലൊരു യുക്തി വെച്ച് ചെയ്യുന്നത്. കാരണം ഇവിടെ അവസാനം ഇവിടെ 0, നമുക്ക് ഒരിക്കലും 9-നെ ഗുണിച്ച് 0 ആക്കാൻ പറ്റത്തില്ല അല്ലേ. 10 കൊണ്ട് ഗുണിക്കേണ്ടത്, 10 കൊണ്ട് ഗുണിച്ചാൽ ഒന്നും ഇത് വരത്തില്ല. സോ ഞാൻ ഈ 0 മാറ്റിയിട്ട് ഇത് വരുത്താൻ നോക്കുക. അപ്പോൾ അവസാനത്തൊക്കെ 5 അല്ലേ. 9-നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 5 വരും വെച്ചാൽ 9-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അവസാനം 5 വരുന്നത്. 9 5 45-ൻ്റെ 5 നമുക്ക് ലാസ്റ്റ് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 5 സംഖ്യ കൊണ്ട് ഗുണിച്ചു നോക്കുന്നത്. അപ്പോൾ 5 കൊണ്ട് നോക്കിയപ്പോൾ പറ്റത്തില്ലെന്ന് മനസ്സിലായി. സോ ഞാൻ 15 കൊണ്ട് ഗുണിക്കുന്നു. 9 5 45 5 ഇഷ്ടം 4 ആണ്. 5 5 4 9 ആണ്. 1 9 9 1 1 1.
5 9 9 18 1 1 2 285 കിട്ടിയല്ലോ. അപ്പോൾ 15 285 അപ്പോൾ 1 19 19 15 19 285 എന്നാണ്ട് ഈ 0 എടുത്ത് ഇവിടെ കൊടുത്താൽ 150. 150 × 18 ചെയ്താൽ മതി, ആൻസർ ആകും. 150 × 18 ചെയ്യാൻ 0 അങ്ങോട്ട് മാറ്റി വെക്കുക, 18 × 15 ചെയ്യുക. 18 × 15 ചെയ്യാൻ എളുപ്പവഴി എന്താ? 15 കൊണ്ട് ഗുണിക്കുന്ന എളുപ്പവഴി എന്താ? സംഖ്യയുടെ അപ്പുറത്തൊരു 0 കൊടുക്കുക, പ്ലസ് അതിൻ്റെ പകുതി കൂട്ടുക. അപ്പോൾ 0 9 കിട്ടും 17, ഇഷ്ടം 1 1 1 2. ഇനി നമുക്ക് 150 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, നമ്മൾ 15 കൊണ്ടാണ് ഗുണിച്ചിട്ടുള്ളൂ. സോ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു. ഉത്തരം 2700. ഇതാണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബിയിൽ കിടപ്പുണ്ട്, 2700. ഓക്കെ. അപ്പോൾ 114% ലാഭത്തിൽ കിട്ടിയ ഒരു സാധനത്തിന് യഥാർത്ഥ വില കണ്ടുപിടിച്ചിട്ട് അതിനെ 108% ആക്കിയാൽ മതി. അപ്പം നമ്മളത് പൂർണ്ണമായ ഉത്തരം കണ്ടുപിടിച്ചിട്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമയം എടുക്കും, കുറച്ചുകൂടെ മെനക്കേടാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ. നോക്കോളൂ. 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്ര? അതായത് 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ 5 കുട്ടികൾ ജനിച്ചു. ഒരു കുട്ടി ജനിച്ച് 3 വയസ്സ് കഴിയുമ്പോൾ അടുത്ത കുട്ടി, അങ്ങനെ 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികൾ, അവരുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യാം. ആദ്യത്തെ കുട്ടിക്ക് X വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് X+3, മൂന്നാമത്തെ കുട്ടി X+6, അടുത്ത കുട്ടി X+9, അടുത്ത കുട്ടി X+12, 2 3 4 5 5 കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രായങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 50 ഇതെല്ലാം കൂടെ കൂട്ടി എന്ത് കിട്ടും? 1x 2x 3x 4x 5x 5x പ്ലസ് 3 6 9 9 18 12 30 എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 50 കിട്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ 30 അപ്പുറത്ത് കൊണ്ടുപോയാൽ 5x വില 50 - 30 = 20. ഓക്കെ. 5x വില 20, therefore x എത്ര? 20/5 = x വില എന്നാൽ x എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ഇളയ കുട്ടിയുടെ വയസ്സ് അല്ലേ? അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്തുവാ? 4 വയസ്സ്. 4 വയസ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ, യെസ്. ഇനി ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും മൂത്ത കുട്ടിയുടെ പ്രായമാണെങ്കിലോ 4 + 12 ചെയ്ത് 16 ഉത്തരം എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വില കിട്ടിയാൽ ആരുടെ വില പ്രായം വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ ഇവിടെ ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായമാണ് ഡയറക്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ അത് 4 ആണ്. ക്ലിയർ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 853 × 1346 × 452 × 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ. ഇത് വളരെ എളുപ്പമാണ്. ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്ത് അങ്ങളെ അങ്ങ് പരസ്പരമായിട്ട് ഗുണിച്ചാൽ മതി. അവിടെ എന്താണോ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് അത് മാത്രം നോക്കിയാൽ മതി. അതായത് 3 × 6 18ൻ്റെ 8 അല്ലേ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് എഴുതുന്നത്? 8. ഓക്കെ, 8. അടുത്തതോ? ഇവിടെ 2 പേരും ഗുണിച്ചു. ഇനി ഇവിടെ 8, ഇവിടെ ഗുണിച്ചപ്പോൾ അവസാനം 8 വന്നേ. 8 × ഇവിടുത്തെ ഒറ്റയടക്കം 2. അപ്പോൾ 8 × 2 എന്തുവാ? 16ൻ്റെ 6 നമ്മൾ എഴുതുന്നത്. ഇവിടെ പൂർണ്ണമായിട്ട് എഴുതാത്ത എന്താ അറിയാമല്ലോ, 6 അപ്പോൾ 6നെ ഇവിടുത്തെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 × 6 നമ്മൾ എഴുതുന്നത് 36ൻ്റെ 6 ആദ്യം എഴുതുന്നത് അല്ലേ? അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ട ആരാണ്? ഓപ്ഷൻ അല്ലേ? യെസ്, 6 ഓപ്ഷൻ്റെ ആൻസർ. അപ്പോൾ വേറെ കാര്യമൊന്നുമില്ല. ഒറ്റയുടെ സ്ഥാനത്തിൽ അക്കങ്ങളെ ഗുണിച്ച് നോക്കിയാൽ മതി. ഏറ്റവും അവസാനം ആരാണ് വരുന്നത് അയാളാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഇവിടുത്തെ ആൻസർ 6. ഓക്കെ. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു ജോഡിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? 17 71 തിരിച്ചിട്ടേക്കുക, 23 32 അതും തിരിച്ചിട്ടേക്കുക, 19 90 തിരിച്ചിട്ടേക്കുക അല്ല, 46 64 തിരിച്ചിട്ട്. വളരെ സിമ്പിളാണ് അല്ലേ? ഏതാണ്? സി ആണ്. 19 വരുമ്പോൾ അവിടെ 91 ആയിരുന്നു വരേണ്ടത്, 90 ആവുന്നത്. സോ അതാണ് തെറ്റ്, അല്ലെങ്കിൽ തെറ്റായ ജോഡി അതാണ്. ഓക്കെ. അടുത്ത ദിവസം നോക്കൂ. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? ഒന്ന് നോക്കിയേ. 15% മക്കളുടെ പഠനത്തിന് പോയി, 28% വീട്ടു ചെലവിന് പോയി, 10% വാടകയ്ക്കും പോയി. അപ്പോൾ ടോട്ടൽ എത്ര ശതമാനം അയാൾ ചിലവാക്കിയെന്ന് ചോദിച്ചാൽ 15 28 43 10 53%. ശമ്പളത്തിൻ്റെ 53% എന്ത് ചെയ്തു അയാൾ? ചിലവാക്കി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ശതമാനമുണ്ട്? ചോദ്യം എന്തുവാ? എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യത്തിനല്ലേ. അപ്പോൾ ബാക്കി ചിലവിൻ്റെ ബാക്കി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമ്പാദ്യം എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ 53% ചിലവാക്കിയ മോഹനെ സംബന്ധിച്ച് ഇനി അയാളുടെ എത്ര ശതമാനം ഇരിപ്പുണ്ട്? 100% ഈ 50,000 എന്ന് പറയുന്നത്. അതിൽ നിന്ന് 53% അയാൾ ചിലവാക്കിയാൽ ബാക്കി 47% അയാളുടെ കയ്യിരിപ്പുണ്ട്. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മോഹൻ്റെ ശമ്പളമായ 50,000 × 47/100 ചെയ്താൽ മതി. അപ്പോൾ 2 0 പോയി.
47 ഇൻറ്റു 5 എന്ന് പറയാൻ 47 ഇൻറ്റു 5 ചെയ്തിട്ട് 2 0 കൊടുത്താൽ 47 5 കൊണ്ട് ഗുണിക്കാൻ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതിൻ്റെ പകുതി. 470 പകുതി എത്ര? 235 അല്ലേ? അപ്പോൾ 235 2 0 ഇട്ട് കൊടുത്താൽ മതി 23,500 രൂപ. ഓപ്ഷനിലുണ്ടോ? SD ഓപ്ഷൻ ശരി ഉത്തരമാണ്, 23,500 രൂപ. അപ്പോൾ ചിലവാക്കിയതിൻ്റെ ബാലൻസ് കയ്യിലുള്ളത് 47%, കാരണം 53% ചിലവാക്കി കഴിഞ്ഞു. സോ ബാക്കിയുള്ളതാണ് സമ്പാദ്യം. ഓക്കെ, അപ്പോൾ ഇനി ചിലവാക്കിയ തുക എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 50,000 ഇൻറ്റു 53% എത്രയാണെന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 5 മൈനസ് 1/4 പ്ലസ് 2 and 1/2 പ്ലസ് 2 and 1/4 എത്ര? ഇത് കണ്ടിട്ട് ഞെട്ടിയൊന്നും വേണ്ട, ഇത് ബ്രാക്കറ്റിൽ കിടക്കുന്നുണ്ട്. ബോട്ട് മാസിൻ്റെ ഒത്തിരി 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അത് വേണം ആദ്യം ചെയ്യാൻ. സോ ഞാനിവിടെ എഴുതുന്നു 5 മൈനസ്. ഇനി ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം പൂർണ്ണ സംഖ്യയിലേക്ക് കൂടുന്നു. 2 + 2 എത്ര? 4. ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കുന്നു 4. ഓക്കെ, ഇനി അവിടെ ഒരു 1/4 ഉണ്ട്, ഇതാ ഒരു 1/4 ഉണ്ട്. 2 കാൽ കൂട്ടി എത്ര? ഒരു അര കിട്ടത്തില്ലേ? അപ്പോൾ 1/2 കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു 1/2 കൂടി ഇല്ലയോ? സോ 1/2 + 1/2 എന്ത് കിട്ടും? 1 കിട്ടും. സോ 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക, എത്ര? 5. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് കൂട്ടിയാൽ എത്ര വരുന്നത്? 5. ബ്രാക്കറ്റിന് പുറത്ത് 5 ആണ്. സോ മൈനസ് അകത്തുള്ളത് 5. 5ൽ നിന്ന് 5 പോയാൽ എത്ര? ആൻസർ 0. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഈ ഡിസംബർ 28 നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒരു അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 15 മാർക്ക് എങ്ങനെ പോയാലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു മാത്തമാറ്റിക്സ് ഒക്കെ അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 17-18 മാർക്കൊക്കെയും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കുക. നമുക്ക് ഇതുപോലെയുള്ള മറ്റു സെഷനുകൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.